ശ്രീ ജി ഗോപകുമാർ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി അടിയന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായി സൈനിക മേധാവികളുമായി ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തുകയായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സേനാ മേധാവികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് ഏത് രീതിയിലുള്ള തുടർ നടപടികളിലേക്കും കടക്കാം, അതിനുള്ളൊരു അനുവാദം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ഒരു വശത്ത് താങ്കൾ നേരത്തെ പറഞ്ഞു, ഇത് എക്കാലവും പാകിസ്ഥാൻ ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ചില നീക്കങ്ങളാണ് നൽകേണ്ടത്. അത് നയതന്ത്ര തലത്തിലായാലും സൈനിക നടപടിയിലായാലും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എത്രത്തോളം ഗൗരവ സ്വഭാവത്തിലുള്ളതാകണം, അതായത് സാധാരണക്കാരെ ബാധിക്കാതെ, ഭാരതത്തിൻ്റെ ഉയർച്ചയെ ബാധിക്കാതെ. നമുക്കറിയാം, അതിനെ തടയിടാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ, അവർക്ക് അനുകൂല നിലപാടെടുക്കുന്ന ചൈന, അതിന് വാണിജ്യ താല്പര്യങ്ങളുണ്ട്, ഭാരതത്തിനോടുള്ള വൈര്യമുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരതം ഒരു ലോക സാമ്പത്തിക ശക്തിയായി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരു കോട്ടവും തട്ടാതെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നമ്മളെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നമ്മൾ അഗ്രസീവായിട്ടുള്ള ഒരു ആക്രമണോത്സുകമായ ഒരു സമീപനത്തിൽ കൂടിയല്ല നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടു, ശക്തമായൊരു മിഡിൽ ക്ലാസ് ഉണ്ടായി, പർച്ചേസിങ് പവർ കൂടി, എക്കണോമിക് ഇൻ്റഗ്രേഷൻ വന്നു 91-ന് ശേഷം. അതിനുശേഷം ഇവിടെ വലിയൊരു കമ്പോളവും ഇവിടുത്തെ വ്യവസ്ഥയാകെ മാറി. പുതിയ തലമുറക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു ആധുനിക ഇന്ത്യ പഴയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം ഈ രാജ്യം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു എന്നും മാറ്റങ്ങളുണ്ടായി എന്നും വളരെ വ്യക്തമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ നേടിയത് സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ കൂടിയാണ്. നമുക്കെന്നും ഈ ബുദ്ധിമുട്ടുണ്ടാക്കി വരുന്നത് ഈ ദക്ഷിണേഷ്യയിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ നിലപാട്. സാർക്ക് പോലത്തെ ഒരു സ്ഥാപനം, ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം പാകിസ്ഥാൻ്റെ നിലപാടാണ്. ചൈനയെ നമുക്ക് നയതന്ത്രപരമായിട്ട് ഒരുപാട് നേരിടാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതുപോലെ അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആരാണ് ഭരിക്കണതെന്ന് നമുക്കൊരു വ്യക്തതയില്ല. അവിടെ 4 ഭരണഘടനകൾ നശിപ്പിച്ച് പുതിയ രീതിയിലുള്ള ഭരണം കൊണ്ടുവന്നു. പകുതിയിലേറെ കാലഘട്ടം പട്ടാളം നേരിട്ട് ഭരിച്ചു. ഇപ്പോൾ പട്ടാളം പരോക്ഷമായിട്ട് ഭരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നു. അപ്പോൾ നമ്മളെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് ആരുടെ അടുത്താണ്? ഷരീഫിന് എത്രത്തോളം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നെഗോഷിയേറ്റിംഗ് പവർ കൊടുത്തിട്ടുണ്ട് പട്ടാളം. ഇപ്പോൾ മതമൗലികവാദികളും പട്ടാളവും കൂടി ചേർന്ന ഒരു രാഷ്ട്ര സംവിധാനം നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് നമുക്ക് പരമ്പരാഗത അല്ലാത്ത രീതിയിലുള്ള അറ്റാക്ക് നടത്തുമ്പോൾ നമുക്ക് വളരെ കോഷ്യസ് ആവണം. തീർച്ചയായിട്ടും നമ്മുടെ മിലിറ്ററി വളരെ ജാഗ്രതയോടെ ആകണം. നമുക്ക് ഒരു വശത്ത് ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും നമ്മെ പിന്തുണയ്ക്കാനും അനേകം രാജ്യങ്ങളുണ്ട്. അതൊരു വശത്ത്. നമുക്ക് അങ്ങനെ ഒരു ഇമേജും കിട്ടിയിട്ടുണ്ട്, നമ്മളങ്ങനെ ഒരു അഗ്രസീവ് സ്റ്റേറ്റ് അല്ല. അതേസമയം ഒരു ഫെയിൽഡ് സ്റ്റേറ്റായ, ഒരു റോഗ് സ്റ്റേറ്റായ, ഒരു കൃത്രിമ രാഷ്ട്രം പോലെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബലൂചിസ്ഥാനൊക്കെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇങ്ങനെ പാകിസ്ഥാൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പാകിസ്ഥാന് പോലും ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് അവർ ഡെസ്പറേറ്റാണ്. ആ ഡെസ്പറേറ്റായ രാജ്യം എന്നുള്ളതിൽ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആകണം. നമ്മളൊരു ഓൾറൗണ്ട് യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശക്തമായൊരു തിരിച്ചടി കൊടുക്കണം. അതേസമയം നമ്മളിപ്പോൾ തീവ്രവാദികളുടെ വീടുകളൊക്കെ നശിപ്പിച്ചത് ഇപ്പോൾ തന്നെ മിലിറ്ററിക്ക് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. ഇനി ആ ബുൾഡോസർ നടപടി വേണ്ട. കാരണം നാട്ടുകാരുടെ പിന്തുണ നമുക്ക് ശക്തമായിട്ട് വേണം. തീവ്രവാദികളെ കണ്ടുപിടിച്ച് അവരെ ഉന്മൂലനം ചെയ്യുന്നൊരു നടപടിയിലേക്ക് പോയാൽ മതി. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പോവുകയാണ്. അപ്പോൾ പട്ടാളത്തിന് അപ്പോഴപ്പോഴായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ മനുഷ്യാവകാശ ധ്വംസനമാണ് എന്ന് പറയാനും അത് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് വേദികളിലുമൊക്കെ പരാതിപ്പെടാനുമായിട്ട് ഒത്തിരി ആൾക്കാർ വരും. മാത്രവുമല്ല, ഏറ്റവും നല്ല 5 വർഷത്തിനിടയ്ക്ക് കാശ്മീരി ജനതയുടെ പൂർണ്ണ വിശ്വാസം, ഇവിടെ തീവ്രവാദികളുടെ കാര്യം പറഞ്ഞല്ലോ, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് അന്തർദേശീയ ബന്ധങ്ങളിലുണ്ട്. തീവ്രവാദിക്ക് ഒരിക്കൽ ശരിയായാൽ മതി, പക്ഷെ നമുക്ക് എപ്പോഴും ശരിയാവണം. അപ്പോൾ ഒരു നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് 100% പെർഫെക്റ്റ് ആക്കാൻ വലിയ പാടാണ്. അവർക്ക് 1% ആക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ 0.5%, 1% പോലും കാശ്മീർ ജനതയുടെ പിന്തുണയില്ലാത്ത ഒരു വിഭാഗം അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ
ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കി അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ഇത്തരം ആക്രമണം നടത്തുമ്പോൾ മിലിറ്ററിയും വളരെ കെയർഫുൾ ആവണം. അവരുടെ ജീവിതവും ത്രെട്ടിലാണ്. അതേസമയം അവർക്ക് അഗ്രസീവായി അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു കാഴ്ചപ്പാട് വരാൻ പാടില്ല. രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ തുറന്നു പറഞ്ഞല്ലോ, കുറ്റം അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. കുറച്ചുകൂടി ദേശസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടി എടുക്കണമായിരുന്നു. പഹൽഗാം ഓപ്പൺ ചെയ്തത് പട്ടാളത്തെ അറിയിക്കാത്ത തെറ്റായിപ്പോയെന്ന് കാശ്മീർ അസംബ്ലിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഇപ്പോഴൊരു സംസ്ഥാനത്തിൻ്റെ താല്പര്യമില്ല, കേന്ദ്രം കൂടുതൽ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുകയും യൂണിയൻ ടെറിട്ടറിയുടെ ഭരണവും നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുണ്ട്, ഡിഫൻസ് മിനിസ്റ്ററുണ്ട്, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുണ്ട്, ഹോം മിനിസ്റ്ററുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല, പൊതുമണ്ഡലത്തിൽ അത് ചർച്ച ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ നേരിടുന്ന പ്രശ്നം, പാകിസ്ഥാൻ തന്നെ വലുതാക്കിയ ഒരു തീവ്രവാദ രാഷ്ട്രമുണ്ട് അഫ്ഗാനിസ്ഥാൻ, ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് തന്നെ പാകിസ്ഥാനിലുണ്ട്. അതിന് പുറമെയാണ് പക്തൂൺവാലയിലെ പ്രശ്നം, അതേപോലെ ബലൂചിസ്ഥാനിലെ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് പൊട്ടി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം എങ്കിൽ പട്ടാളത്തിൻ്റെ സൂത്രമാണ് ഇന്ത്യയിലേക്ക് ആക്രമിക്കുക. ഇതെന്ന് തുടങ്ങിയതാണ്. 48-ൽ ട്രൈബൽസിൻ്റെ പേരും പറഞ്ഞാണ് ജമ്മുവിലും ശ്രീനഗറിലേക്കും പാകിസ്ഥാനിലെ പട്ടാളം രഹസ്യമായിട്ട് കയറി വന്നത്. ഇപ്പോൾ പറയുന്നത് ട്രൈബൽസ് വന്നു എന്നാണ്. കാർഗിൽ എന്താ ചെയ്തത് എല്ലാം നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതേപോലെ ബോംബെയിൽ 26/11 അന്ന് തന്നെ 26/11 ചെയ്ത് 10 പേരടങ്ങുന്ന തീവ്രവാദികൾ രാജ്യത്തെ പിടിച്ചടക്കാൻ വരികയാണ്. അപ്പോൾ ഇത്രത്തോളം അഡ്വഞ്ചറിസ്റ്റായ ഒരു സ്ഥാപനത്തിൻ്റെയോടോ രാജ്യത്തോടോ ഒരു പ്രത്യേക മമതയില്ലാതെ ഡെസ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നയതന്ത്രത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നയതന്ത്രത്തോടൊപ്പം ടാക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനപ്പുറം സാമ്പത്തികപരമായിട്ട് പാകിസ്ഥാനെ ചെക്ക്മേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ നമുക്ക് വേണം. അപ്പോൾ ഇതിന് നമ്മൾ ജാഗ്രതയോടെ നിൽക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒറ്റക്കെട്ടായുള്ള ഒരു നടപടിയാണ് വേണ്ടത്. അവസരങ്ങൾക്ക് ഉള്ള സമയമല്ല, വിമർശനത്തിന് സമയമുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് 82-ൽ ബ്രിട്ടനിൽ ഫാക്ലാൻഡ് യുദ്ധം നടന്ന കാലത്ത് അന്ന് ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടൻ നിന്നു. അതേസമയം ഫാക്ലാൻഡിൻ്റെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റിനകത്ത് വലിയ ചർച്ച വന്ന് പിന്നീട് മിസ്സസ് താച്ചറിന് രാജിവെച്ച് പോകേണ്ട കാലഘട്ടവും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധസന്നാഹമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം അവസരങ്ങൾ പറയാൻ പാടില്ല. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുറച്ച് അച്ചടക്കവും ജാഗ്രതയും പാലിക്കണം. അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ വരും, പാർലമെൻറ്റ് കൂടും. നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ, അപ്പോൾ സംസാരിക്കാൻ തീർച്ചയായിട്ടും അവസരം കിട്ടും. ഇപ്പോൾ വേണ്ടത് ഒറ്റക്കെട്ടായി നിന്ന് നേരിടുക എന്നുള്ളതാണ്. ഈ ക്രൈസിസ് നേരിടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ശ്രീ ഗോപകുമാർ, ചില വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അഡ്വക്കേറ്റ് PM നിയാസ് തന്നെ ഉന്നയിച്ചത് അത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അത്തരം വിമർശന സ്വരങ്ങൾ ഉയർത്തുക എന്നുള്ളത്. ആ വിമർശന സ്വരങ്ങളിൽ എന്താണ് തെറ്റ് എന്നതടക്കമുള്ള ചില ഭാഗങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക്. അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉന്നയിക്കുന്നതാണോ, ഒരു യഥാർത്ഥ പ്രശ്നമായി ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ടോ? അല്ല, ഈ ചർച്ച ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മിലിറ്ററി ഒട്ടും ഷോർട്ടേജുള്ള ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിക്ക് പട്ടാളത്തിൻ്റെ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പട്ടാളത്തിന് ആവശ്യത്തിനുള്ള ഡിഫൻസ് ഉണ്ട്. പാകിസ്ഥാനെ നേരിടാനല്ലേ ചൈനയെ നേരിടാനാണെങ്കിൽ ആവശ്യത്തിനുള്ള ഡിഫൻസ് ഫോഴ്സ് നമുക്കുണ്ട്. ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സുണ്ട്, അതോടൊപ്പം തന്നെ BSF ഉണ്ട്. മാത്രമല്ല നമ്മൾ നല്ലൊരു പങ്ക് ഡിഫൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊരു ടഫ് നെയ്ബർഹുഡ് ഉള്ളതുകൊണ്ട് ഡിഫൻസിന് നമുക്ക് ഫണ്ട്സ് വേണം, അതിനുവേണ്ടി തയ്യാറെടുപ്പ് വേണം. ഇതിനപ്പുറം ആയുധങ്ങൾ വാങ്ങണം. ഈ ആയുധങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ആയുധങ്ങൾ റഷ്യ സപ്ലൈ ചെയ്യുന്നുണ്ട്, അമേരിക്ക സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ റെഡിയാണ്, നമ്മൾ ഇക്കാര്യത്തിൽ റെഡിയാണ്. പിന്നെ അഗ്നിവീർ പോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച വേണമെങ്കിൽ അത് പാർലമെൻറ്റിൽ ഇനിയും ചർച്ച ചെയ്യാം. അതിനു വേണ്ടിയുള്ള പട്ടാളത്തിൻ്റെ കാര്യത്തിൽ അത് ഗവൺമെൻറ്റിന് നടപടികളൊക്കെ മുന്നോട്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം ഒട്ടും ദുർബലമൊന്നുമല്ല, വളരെ ശക്തമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ മിലിറ്ററിയെയും അതിന് ഡിഫൻസ് സ്ട്രാറ്റജിയും എല്ലാം ലോകം തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പട്ടാളക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല യുദ്ധം ജയിക്കുന്നത്,
യുദ്ധം മുന്നോട്ട് പോകുന്നതിനകത്ത് വെപ്പൺസിനൊരു വലിയ പങ്കുണ്ട്, സ്ട്രാറ്റജിക്കൊരു പങ്കുണ്ട്, പ്ലാനിനൊരു പങ്കുണ്ട്, മിലിറ്ററിയുടെ പ്ലാനിങ്ങിനൊരു പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു യുദ്ധ സമാനമായൊരു സാഹചര്യത്തിലല്ല നമുക്കിത് ചർച്ച ചെയ്യേണ്ടത്. ഒരു പക്ഷേ യുദ്ധം പുറപ്പെട്ടു എന്നിരിക്കട്ടെ സാങ്കല്പികമായിട്ട്, കാർമേഘങ്ങൾ എന്തായാലും വന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ ഇത്തരം അവസരങ്ങളെല്ലാം ശത്രുരാജ്യം നമുക്കെതിരെ ഉപയോഗിക്കും. അതിൽ നിന്ന് മാറി നിൽക്കണം, തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കണം. ഞാൻ ഇവിടെ പറയാത്ത തെലുങ്കാനയിലൊരു മന്ത്രി അവിടുത്തെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ചാനലിലെല്ലാം കണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ടെററിസ്റ്റായിട്ട് വന്നവർ ആരുടെയും ജാതിയും മതമൊന്നും ചോദിച്ചിട്ടില്ല, അവർ വെടിവെക്കുമോ അതോ ജാതിയും മതവും ചോദിച്ചോണ്ട്. ഇങ്ങനെയുള്ള വിഡ്ഢിതരമായ പ്രസ്താവനകൾ സാധാരണ രാഷ്ട്രീയക്കാർ നടത്തുന്നത് ഇന്ന് പൊതുമണ്ഡലത്തിൽ ഇതൊക്കെ നമ്മൾ രാജ്യത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ എന്താ ചെയ്തത്? വാസ്തവത്തിൽ ഈ വന്ന തീവ്രവാദികൾ മതം ചോദിച്ച് കൊന്നു എന്നുള്ളത് സത്യമാണ്. അതിനുള്ള രക്തസാക്ഷികളുടെ ബന്ധുക്കളല്ലേ ഇത് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്. ധ്രുവീകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇതല്ലേ വേണ്ടത്? അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ പൊതുസമൂഹം ശക്തമാണെന്നും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരു ധ്രുവീകരണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ദേശീയ ഐക്യമാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രസക്തി. അതെ, തീർച്ചയായും അതാണ്. തരം താണ രാഷ്ട്രീയമല്ല ഇവിടെ കളിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്.